ഉമ്മ കാക്കു എടുത്തുമ്മ. എന്തേ വന്ന് കേറുന്നതിന് മുമ്പ് ഒരു കാക്കുവിനെ ചോദ്യം? പുതിയതെടുക്കാൻ പോയെന്നറിയാനാ. ഫാത്തിമയിൽ നല്ല വിലക്കുറവാ. ടീഷർട്ടിനൊക്കെ 30 ഉറുപ്പ്യ ഉള്ളൂ, ചുരിദാറിനൊക്കെ 50, ജീൻസിന് 130. എനിക്കൊരു ജീൻസും ടീഷർട്ടും മതി. പൊയ്ക്കോടുന്നു എൻ്റെ ഒരു ജീൻസും ടീഷർട്ടും. ഇവിടെ നോമ്പ് തുറക്കുമ്പോ ഒരു തുള്ളി കട്ടൻ ചായ കൊല്ലി പറഞ്ഞെങ്കിൽ പഞ്ചാരം ചായപ്പൊടിയും കിട്ടിയിട്ട് വേണം. അപ്പോഴാ ഓൻ്റെ ഒരു ഇവിടെ ഒരു കാലത്ത് ഒന്നും ഉണ്ടാവില്ല. എന്തൊരു വില ഇത്. പിന്നെ ജിന്നിക്കമ്പ സാവിന്റെ പേരക്കുട്ടിയല്ലേ, ആട്ടുകട്ടിലും വന്ന് ഇറങ്ങാതെ ഉണ്ണാനും ഉടുപ്പിക്കാനും. ഇടി ഈ അടുപ്പിൽ തീ കൂട്ടി കുറച്ച് വെള്ളം വെച്ചാ ഇപ്പൊ വെക്കാം. എപ്പോ? ഈ ഉമ്മാന്റെ ഒരു കാര്യം, നിങ്ങൾ നോമ്പ് നോറ്റാ ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ട. മാണ്ടജ്ജ് അന്റെ നാവ് അല്ലാതെ വളയണ്ട. ഇജൊരു പെണ്ണാ, അത് ഓർത്തോണ്ട്. ഇന്ന് നോൻപൊറക്കുമ്പോ കേങ്ങ അല്ല, പത്തിരിയും കൊയ്യർച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തേ മതിയോ? ചെക്കന്റെ ഓരോ പൂതിയെ കിട്ടുന്ന തിന്നാ പോരാ. ഓരോരോ ഇച്ചെന്തിനാ ഉമ്മാനോട് കൊളുത്തണ്? നോമ്പ് നോറ്റാ പിന്നെ ഉമ്മാക്ക് ചുണ്ടത്തെ ദേഷ്യം അനക്ക് അറിഞ്ഞൂടെ? അനക്കൊന്നും മിണ്ടാണ്ടിരുന്നൂടെ? കേങ്ങ് തിന്ന് നമുക്ക് മടുത്തു. പോലീസെങ്കിലും നമുക്ക് പത്തിരി ഉണ്ടായിക്കൂടെ? കാക്കു ഷൗക്കത്താജേരെ കണ്ട് കുറച്ച് പൈസ കടം ചോദിക്കാൻ പോയതാ. അത് കിട്ടിയാ നാളെ പത്തിരി ഇറച്ചിയായിരിക്കും നോമ്പ് തുറക്കുന്നതിന്. 27 രാവിന് അനക്ക് നെയ്യപ്പം ഉണ്ടാക്കി തരാം. എന്താ പോരെ? അതിനാ ശൈത്താനാജിനടുത്ത് പൈസ ഇട്ടിട്ട് വേണ്ടേ? കിട്ടുടാ, അയാളിപ്പോ പണ്ടത്തെ പോലെയൊന്നും അല്ല. തന്നെ കഴിഞ്ഞ പ്രാവശ്യം അയാൾ പഞ്ചായത്തേക്ക് മത്സരിച്ചപ്പോ അയാൾക്ക് വോട്ട് ചെയ്യാത്തിന്റെ ഇറക്ക കാക്കൂന്റെ മുക്കുരിപ്പണിനെ അയാൾ മാറ്റിയത്. തരാനുള്ള ബാക്കി ശമ്പളം കൂടി ഇതുവരെ തന്നിട്ടില്ല. പിന്നല്ലേ വായ്പ. മുക്രിയ വരി. എങ്ങോട്ടാണാവോ ഈ സമയത്ത്? നിക്കാ ഷൗക്കത്താജിനെ ഒന്ന് കാണണം. എന്നെ മുക്രിപ്പണിന്ന് പിരിച്ചുവിട്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ? മൂപ്പരെ കണ്ടൊന്ന് സംസാരിക്കണം. പറ്റുമെങ്കിൽ എന്നെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. പിന്നെ കുറച്ച് ശമ്പള ബാക്കി തരാനുണ്ട്, അതും വാങ്ങണം. പിന്നെ ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ. ടൗണിൽ നിന്ന് ഞങ്ങളെ പെങ്ങളെ കണ്ടീനി. ഓക്കവിടെ സുഖാന്ന് പറയാൻ പറഞ്ഞു. അല്ല മുക്രിയെ, നിങ്ങൾ ഒന്നും ആലോചിക്കാതെ ഓളങ്ങോട്ട് കെട്ടിച്ചാച്ച്. എന്തേ അങ്ങനെ ചോദിച്ചത്? അല്ല ഒന്നുമില്ല, ഓളൊന്നും പറഞ്ഞല്ല. പക്ഷെ ഓക്കവിടെ വലിയ ദുരിതാ. നിങ്ങളെ ബേജാറാകാൻ വേണ്ടി പറയല്ല. തിന്നാനും കുടിക്കാനും കൂടി ആ തള്ള ശരിക്കും കൊടുക്കൂല. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ അറിഞ്ഞു കൂട്ടിക്കോളി. സ്ത്രീധനൊന്നും കൊടുക്കണ്ടെന്ന് കരുതി മുമ്പും പിമ്പും ആലോചിക്കാതെ ആരെങ്കിലും അപ്പം കേട്ട ഇറക്കി വിടുക. ഞാനെന്നാ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഓള് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഓക്ക് അവിടെ സുഖാണെന്ന് പറഞ്ഞ് കത്തെഴുതും. ഞങ്ങളത് വായിച്ച് സന്തോഷിക്കും. പക്ഷേ ഒന്നും അറിഞ്ഞില്ല. ഓള് നിങ്ങൾ വിഷമിക്കണ്ടെന്ന് കരുതി പറഞ്ഞതാവും. ഞാൻ കുറ്റം പറയല്ല. ഓളെ കെട്ടിയനൊരു മണങ്ങൂസ. തള്ള പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കില്ല. തള്ള തൂറണ്ടാറിന തൂറൂല. അങ്ങനെ ഒരു സൈസ്. പിന്നെ വർത്താനം പറയുന്ന കൂട്ടത്തിൽ ഓളൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചു. ഈ പെരുന്നാളിന് ആരും അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. ഓളിങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു കത്ത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലെല്ലാ വിവരം വെച്ചിട്ടുണ്ട്. എന്നാലേ ഞാൻ പോവുക. ഞാൻ കാത്തിരുന്ന ആളെത്തി. എവിടെ ചെങ്ങാജി? 1/2 മണിക്കൂറായി ഞാൻ ഇവിടെ കാത്തിരിക്കും. ചൂടാവൊന്നും വേണ്ട, ഞാൻ സൂയിപ്പ്. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. മുക്കരിയോ? എന്തേ? മൂപ്പരൊന്ന് കാണണ്ടേനി. മൂപ്പര് ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയതാ?
എവിടെ പോയതാന്ന് അറിയില്ല. നോൻപ് തുറക്കുമ്പോഴത്തേന് വരാന്നും പറഞ്ഞു പോയതാ. എന്ത്? ഒന്ന് കാണണ്ടേന്. അസ്സലാമലൈക്കും. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ആ പണി എനിക്ക് തന്നെ തിരിച്ചു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പണി എനിക്ക് ശരിയാവില്ല. അങ്ങനെ പറയല്ലേ, എനിക്കതല്ലാതെ വേറെ ഒരു പണി അറിഞ്ഞൂടാ. അന്റെ ഈ ഒറ്റക്കൈയും വെച്ചുകൊണ്ട് ഈ മുക്കിരിപ്പണി എങ്ങനെ ചെയ്യുന്ന പറഞ്ഞേ? 5 നേരം ബാങ്ക് കൊടുക്കൽ മാത്രമല്ലല്ലോ മുക്കിരിപ്പണി. ഒന്ന് പള്ളി മെമ്പറൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ഒറ്റക്കൈയും വെച്ച് എന്ത് ചെയ്യും? ഇത്രയും കാലം ഞാൻ തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്തത്. ഇനിയും ഞാൻ എങ്ങനെയൊക്കെ ചെയ്തോളാം. ഇത്രയും കാലത്തേൽക്കല്ലത്. അന്നെന്റെ ബാപ്പ മരിച്ചപ്പോ തൽക്കാലം എന്നെ തന്നെ അവളെ പിടിച്ച് നിർത്തി. പിന്നെ അന്റെ കഷ്ടപ്പാടും ഗതികേടും കണ്ടപ്പോ അന്നത്തെ കമ്മിറ്റി തൽക്കാലം എന്നെ പിരിച്ചു വിട്ടില്ല എന്ന് മാത്രം. ഇത്രയും കാലത്തേൽക്കല്ല. ഇപ്പൊ കമ്മിറ്റിയൊക്കെ പലവട്ടം മാറി മറിഞ്ഞു വന്നില്ലേ? എന്നാലും നിങ്ങൾ വിചാരിച്ചാല് റംസാൻ നോമ്പ് നോറ്റി ഈ എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കും. ഞാൻ വിചാരിച്ചിട്ട് എന്താണോ കുട്ടി കാര്യം? കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ കമ്മിറ്റി ഒന്നിച്ചാ. ഞാൻ പ്രസിഡന്റ് ആണ് വെച്ചിട്ട് എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്നാ നിങ്ങൾ എനിക്ക് തരാല്ല ശമ്പള കുടിശ്ശെങ്കിലും തരി. അത് തന്നെയുള്ള കുട്ടി ഞാൻ പറഞ്ഞേ. ഇതെനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനൊന്നും കഴിയൂല. അന്റെ ശമ്പളമാക്കി തരുന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ 2-3 വട്ടം കമ്മിറ്റി യോഗം വിളിച്ച് കൂട്ടിയതാ. പക്ഷെങ്കിൽ കോർന്ന് ചെയ്യണ്ടേ? ഇനിയിപ്പോ ഏതായാലും പെരുന്നാൾ ചെയ്യട്ടെ. എന്നാ നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ കടം തരും. എൻ്റെ കയ്യിലൊരൊറ്റ പൈസ അല്ല. നിങ്ങൾ ശമ്പളം തരുമ്പോൾ അതിന് കുറച്ച് തന്നോളി. മൂത്ത പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളാ. ഓളും അളിയനും കയറി വരുമ്പോ ചേടാ പിന്നെ മറ്റു മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ആ ഈ ഒരു കാര്യം ചെയ്യ്. 25,000 രാവിലെ അന്ന് ഇങ്ങോട്ട് വാ. സക്കാത്ത് കൊടുക്കണ്ടാവും മേടിച്ച് പോയിക്കോ. അല്ല പിന്നെ മനുഷ്യന് സ്വയം തരില്ലാന്ന് വെച്ചാൽ ഓരോന്ന് രാവിലെ തന്നെ വെട്ടിയെടുക്കുന്നത്. അയാളെ കാര്യം കുറച്ച് കഷ്ടത്തിലാ. ആരോ ആ മുക്രീന്റെ ഓന്റെ കാര്യം എന്നോട് പറയണ്ട. ഇന്നെ തോപ്പിക്കാനും വേണ്ടി ചെങ്കോടി വീരാനും ബോട്ട് മറിച്ചുത്തിയാനാണ് അവൻ. 3 ലക്ഷം ഉറുപ്പ്യ ഞാൻ പൊട്ടിച്ചേ. എന്നിട്ടോ 2 ബോട്ടിലാണ് ഞാൻ തോറ്റേ. വിടുകയാണ് ഇന്റെ മോനെ. ആ സുലൈഖ ഇവിടെ പോയി കിടക്കണത്? ഇജ്ജ് കിടക്കണില്ലേ? ഞാൻ കടന്നോളാം. എന്തേ? എന്താ ഒരാലോചന? ഷൗക്കത്താജി എന്തേ പറഞ്ഞേ? മുക്രിപ്പണി ഇനി കിട്ടും തോന്നണില്ല. പടച്ചോൻ്റെ 2 കൈയിന് ഒരുപോലെ ആവത് തന്നിരുന്നെങ്കിൽ വല്ല കൂലിപ്പണിയെങ്കിലും ചെയ്ത് ജീവിക്കായിരുന്നു. കുറച്ച് പൈസ മൂപ്പരോട് ചോദിച്ചൂടായിരുന്നില്ലേ? സൂറാനെ കെട്ടിച്ചിട്ടത് ആദ്യത്തെ പെരുന്നാളാ. നോമ്പ് തക്കാരത്തിന് ഓല് വരൂലെന്ന് പറഞ്ഞോണ്ട് അതങ്ങനെ തീർന്നു. പക്ഷെ പെരുന്നാളിന് ഓല് വരാതിരിക്കുവോ? മറ്റന്നാ 27-ാകല്ലേ? മൂപ്പര് സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ചെല്ലാൻ പറഞ്ഞേക്കണ്. സമുദ്രം സൈന്യൊക്കെ ഉറങ്ങിയോ? സൈന നിസ്കരിച്ച് കിടന്നു. സമതിൻ്റെ എഴുത്തും വായന ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇജ്ജ് കിടക്കണില്ലേ? നിങ്ങൾ കിടന്നോളി, ഞാൻ കിടന്നോണ്ട്. പഠിച്ചാനെ കാക്കണേ. ആരും തിരക്കൂട്ടണ്ട. സക്കാത്ത് കൊടുക്കൽ ഇപ്പൊ തുടങ്ങും. മൂപ്പര് പൈസ എണ്ണി കൊടുക്കാണ്. നിങ്ങൾ കൊടുക്കണത് സക്കാത്തല്ല, ചക്കാത്ത. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആൾക്കാരെ വരി നിർത്തി കൊടുക്കണതല്ല സക്കാത്ത്. പിന്നെ പാവങ്ങളുടെ വീട്ടിൽ പോയി കൊണ്ടു കൊടുക്കണതാ സക്കാത്ത്. നേരെ അതെ. കണ്ണ് കണ്ട മുക്കിലും മൂലയിലും കെടുക്കണോന്റെ പൊരെ കൊണ്ടേ കൊടുക്കാൻ ഞാൻ അവന്റെ പണിക്കാരനൊന്നല്ല. സക്കാത്ത് വേണ്ടോ നിന്റെ ഗേറ്റിങ്ങിലെന്ന് വരിന്ന് കൈയിട്ടെ. അല്ല പിന്നെ മറ്റേ ബനോട് പോയി എടുക്കുന്ന മൊയ്തിനെ
എന്നെ വിളിച്ചോ? ആ എന്നെ വിളിച്ച്. അല്ല, അന്നത്തെ അടക്ക കൊടുത്ത പൈസന്റെ വകയിൽ ഒരു 100 റുപ്യ കമ്മിയാണുണ്ടല്ലോ. അത് അതിന് 100 റുപ്യ ഞാൻ വാങ്ങിയതാ. അനക്കിപ്പോ എന്തിനാ പൈസ? അത് 100 റുപ്യേ. ഞാനത് മരുന്ന് വാങ്ങാൻ എടുത്തതാ. എനിക്ക് ആ പഴയ വേദന എപ്പോഴും ഉണ്ട്. അതിന് 100 റുപ്യാണോ? ഏത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാലും 2 റുപ്യക്ക് 4 ഗുളിക കിട്ടുമായി. ആ ഗുളിക കൊണ്ട് മാറുന്ന ഒന്നല്ല എന്റെ ദീനം. വയനാട്ടിലൊരു വൈദ്യരുണ്ട്, പച്ചമരുന്ന് കൊടുത്ത് ദീനം മാറ്റണുണ്ട് എന്ന് കേട്ടു. അങ്ങോട്ടൊരാളെ കൂലിയും ചെലവും കൊടുത്ത് പറഞ്ഞയച്ച്. അല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ ഒരു വിധിയേ. ഓക്കെ, കുട്ടികളില്ലാത്ത എന്റെ സുക്കടാ. ആ എന്നോട് വിളിച്ചിട്ട് എന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. ആ വൈദ്യനെ ഈ നോമ്പ് നോറ്റിക്കണോ? നിങ്ങൾ നോറ്റിക്കണമെങ്കിൽ ഇച്ചൊന്നും നോൻപാ. ഞാൻ നോറ്റിട്ടില്ല. ഞാനും. ഞാൻ പൊലച്ച കൊന്നിയല്ലോ. അതെ, ഞാൻ പള്ളേ കത്തണേന് എന്തെങ്കിലും തിന്നിട്ട് വരാം, എന്നിട്ട് മതി സക്കാത്ത് കൊടുക്കല്. ഈ പോയിട്ട് ആ ബിലീസുകളൊക്കെ ഒന്ന് വലിക്കരുത്. ചെല് ചെല്. ഹോ ഹോ. ഒരു പപ്പിളക്ക് വാങ്ങും. കാക്കേ കാക്ക് ചക്കാത്ത്. എന്താ മൊയ്തീനെ? ആരാ? സക്കാത്ത് വെച്ച് വന്നതാ. ദത്താ ചേച്ചി സക്കാത്ത് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലം നേരത്തെ വന്നോളിട്ടോ. മൊയ്തീനെ, ആ ഗേറ്റ് മുന്നിൽ എഴുതി തൂക്കിക്കാളാ ഇക്കൊല്ലത്തെ സക്കാത്ത് കൊടുക്കൽ കഴിഞ്ഞിന്ന് ചെല്.
അല്ലടാ ഇത് സ്കൂളിലൊക്കെ പോയതല്ലേ? അതിന് ഈ ഹാന്ന് എങ്ങനെയാ എഴുതുക? ഹാന്നോ? ഏത് ഹാ? എന്ത് ഹാന്ന്? അത് പിന്നെ ഈ ഹാജി എന്നൊക്കെ അല്ലേ ഈ ഹാ? അതാ ആചാര്യോട് വെച്ചാ പോരെ, മൂപ്പരല്ലേ ഇവിടെ. മൂപ്പര് രാവിലെ ഇറങ്ങിയതാ ഒരു ഹാലാക്കിന്റെ പണി ഏൽപ്പിച്ച്. എന്താപ്പത് ഇത്ര വലിയ പണി? ഇക്കൊല്ലത്തെ സക്കാത്തൊടുക്കൽ കഴിഞ്ഞ് ആരും ശല്യം ചെയ്യരുത് ഇങ്ങനൊരു ബോർഡ് എഴുതി ഗേറ്റുമ്മ തൂക്കാൻ പറഞ്ഞിട്ടാ മൂപ്പര് പോയത്. ഇതിപ്പോ ഞാനൊരു മട്ടത്തിൽ അങ്ങോട്ട് എഴുതിയതാ. ഇനി എന്ന് സൗക്കത്താജീതും കൂടി എഴുതണം. അതിന് ഹ എങ്ങനെയാ എഴുതുക എന്നുള്ളത് അറിയണം. അത് ശരി, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ മോയിനാജിനോടൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കി. മൂപ്പർക്ക് അറിയപ്പോ എന്ത് വർത്താനാണ് നിങ്ങൾ ഈ പറയണെന്ന്? മൂപ്പര് ഒരു ആചാരല്ലേ, മൂപ്പർക്ക് അറിയാതിരിക്കുവോ ഹാന്ന്? അല്ല പിന്നെ. ആ അതൊരു പോയിന്റാണ്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ ചോദിച്ചോ? അവിടെ അല്ല ആറാൻ പറഞ്ഞ ആചാര് രാവിലെ ഇറങ്ങിയതാണ്. നിങ്ങളങ്ങോട്ട് എഴുതിക്കൊള്ളിന്ന് ബൈക്കും പോലെ, അല്ലാതെ ഇപ്പൊ. ഇനി ഒറ്റ ബൈജേ ഉള്ളൂ. മത്തായി ചേട്ടാ, എന്നാ വിശേഷിച്ച്? നിങ്ങളെ പള്ളിയിൽ നിന്നെല്ലാം പിരിച്ചു വിട്ടുന്ന് കേട്ടല്ലോ. പിരിച്ചു വിട്ടതൊന്നുമല്ല, ഞാൻ പിരിഞ്ഞു പോന്നതാ. ശമ്പളം തീരെ കമ്മിയാ. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പൈസ വേണം, 1000 ഉറുപ്യ. ഉള്ളത് പറയാമല്ലോ മുക്രി. കാശ് ഇവിടെ ഇരിപ്പില്ല. ഉള്ളതെല്ലാം കൂടി തപ്പിപ്പെറുക്കി രാവിലെ വണ്ടിയുടെ CC അടക്കാൻ കൊടുത്തയച്ചു. ഇനി വൈകിട്ടൊരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ അന്നമ്മ കനിയണം. നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം. അതിന്റെ പലിശ എന്താച്ചാ ഞാൻ തരാം. എന്റെ കർത്താവേ, അവ മുക്രിയൊന്നും അറിഞ്ഞില്ലയോ? ഞാൻ ആ ബിസിനസ് അങ്ങ് നിർത്തി. അച്ഛൻ വിളിച്ച് നന്നായിട്ടൊന്ന് ഉപദേശിച്ചു. പിന്നെ ധ്യാനത്തിനും 2 ദിവസം പങ്കെടുത്തു. ഈ പലിശപ്പണി ഞാൻ നിർത്തി. നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ വൈകിട്ട് ഇത്തിരി വെള്ളം കുടിക്കും. അതേ ഉള്ളൂ ഒരു ദൂഷ്യം. എന്നാ പിന്നെ ശരി, മുക്രിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലോ കേട്ടോ. എന്നാത്തിന് അങ്ങേര് വന്നത്? ഇച്ചിരി കാശ് കടം ചോദിച്ചാ കൊടുക്കാൻ മേലായിരുന്നോ? നിനക്കെന്നാ വട്ടുണ്ടോ? അങ്ങേർക്ക് വല്ലതും കൊടുത്താ പലിശ പോയിട്ട് മുതൽ പോലും തിരിച്ചു കിട്ടുകയല്ല. നീ കാപ്പി എടുത്ത് വെക്കുക. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. നിങ്ങൾക്കൊരു കത്തുണ്ട്. പോസ്റ്റ്മാൻ പള്ളി കൊണ്ടിട്ട 2 ദിവസമായി. നിങ്ങൾ പള്ളിയിൽ വരുമ്പോ തരണമെന്ന് ഓർക്കും, നിസ്കാരം കഴിയുമ്പോക്ക് ഞാനാണ് മറക്കും. എന്നാ അതൊന്ന് പൊട്ടിച്ചേരി. ആർതാണാവത്? പെങ്ങളതാ. ആ എന്നാ ശരി. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. ആ പിന്നെ പള്ളിയിൽ നിന്ന് വിരിച്ചിട്ട കാര്യം പെങ്ങളോട് പറഞ്ഞിട്ടില്ലേനോ? ഇല്ല. ആ എന്നാ പറഞ്ഞോണ്ടി, അല്ലെങ്കിൽ ഇഞ്ഞും പള്ളിക്ക് തന്നെയാവും കത്ത് വരിക. ആ
ഞങ്ങളെ പെരി പോയിന്. അവിടുന്നില്ല വരവാണിത്. എന്ത്? ഇതെത്താ നിങ്ങൾക്ക് അറിയില്ലല്ലേ? എന്താ നിങ്ങളെ ഉദ്ദേശം? മനുഷ്യനെ കോഴിയാക്ക നിങ്ങള്? ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. വേണ്ട നിങ്ങളെ ബാഗ് വെക്കാനൊന്നും ഇപ്പൊ സമയമല്ല. തരാല്ല പൈസ ബാങ്കിട്ട് എടുത്താണ് നിങ്ങള്. ഹൈദർസാക്ക, എൻ്റെ അടുത്തൊന്നും ആയിട്ടില്ല. പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്താ വെച്ചാ ചെയ്യാ. പെരുന്നാൾ കഴിഞ്ഞിട്ട് എവിടുന്ന് എടുത്തു തരാൻ ഞങ്ങള്? വീട്ടിലെ പണിയും പോയില്ലേ? ഇനിയിപ്പം വല്ല കൂലിപ്പണി എടുത്ത് തരാന്ന് വെച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ ഞങ്ങൾ ഈ ഒറ്റ കഴിച്ചുകൊണ്ട്? നിങ്ങൾ ആരാ പണിക്ക് പിടിച്ചാന്? ഞാനേ വായിക്കൊന്നുമല്ല ചോദിച്ചത്. നിങ്ങൾ പേരീക്ക് കൊണ്ടുപോയ അരിസാമാനത്തിന്റെ അതിന്റെ പൈസ ചോദിച്ചത്. ഞാൻ പീടി നടത്തുന്നത് നിങ്ങളെ തടിപ്പിച്ചാനല്ല, ഇന്റെ കുട്ടിയൊക്കെ അരി സാധനം വാങ്ങാനാ. ഹൈദർസാക്ക, നിങ്ങൾ എന്നെ വഴിയിലിട്ട് ഇങ്ങനെ വഷളാക്കല്ലേ. പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്താ വെച്ചാ ചെയ്യാ. എത്തെങ്കിലും ചെയ്തിട്ടൊന്നും കാര്യമല്ല. ഇജിന്റെ പൈസ കിട്ടണം. തരാ. ഞാൻ ആ വട്ടിക്കാര അണ്ണനെ കാത്തിരിക്ക. നിങ്ങൾ അണ്ണനെ കണ്ടാലും വേണ്ടില്ല, പെണ്ണിനെ കണ്ടാലും വേണ്ടില്ല. ഇജിന്റെ പൈസ കിട്ടണം. തരാ. പടച്ചോനാണ് സത്യം. പെരുന്നാ പിറ്റെല്ലാം കഴിഞ്ഞാണ്ടല്ലോ. നിങ്ങളെ ഈ ഒഴിഞ്ഞു മാറി നടക്കലൊന്നും നടക്കൂല. ഞാൻ നിങ്ങളെ പെരീക്കള് വരും. ഇന്റെ മുക്കാലിന്റെ എത്തല്ലേ എന്നുള്ളത് അവിടുന്ന് പൊറുക്കിന് പോരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താ മുക്കരെ കസപിസ? ഒന്നുമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വണക്കണ്ണ. വണക്കം. അല്ല, ഞാനാ ചോദിച്ചത്. 2000 2000 അതെ. ആഴ്ച അടവ് കറക്റ്റ് ആവണം. അല്ല, ഞാനിതുവരെ മുടക്കിയിട്ടില്ലല്ലോ. 6, 7, 8, 9 പിടി. കറക്റ്റ് ഇല്ലയാ? എന്നാ ശരിയാണ്. ശരി വാ. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചീനി. എന്നാ? 1000 ഉറുപ്യ. നിങ്ങളെ വീട് എവിടെയാ? ഞാൻ നിങ്ങളെ പരിചയമില്ലല്ലോ. എൻ്റെ പേര് ജാഫർ. പള്ളിയിലെ മുക്കറിയായിരുന്നു. ഇപ്പൊ എന്നാ ജോലി? ഇപ്പോ എന്നാ ജോലി ഇല്ലേ? ഉടനെ ആകും. ഓ, നിങ്ങളെ കൈക്കെന്നാ പറ്റി? അത് ചെറുപ്പത്തിലെ അങ്ങനെയാ. അയ്യോ ശരി. നിങ്ങളുടെ വീട് എവിടെയാണെന്നോ പറഞ്ഞത്? ഇവിടെ കുറച്ച് അപ്പുറത്താ. വരികയാണെങ്കിൽ കാണിച്ചു തരാം. വേണ്ട. ഉങ്ങളുടെ പേരിനാന്നോ പറഞ്ഞത്? ജാഫർ. ശരി, അടുത്ത വാരം പാക്കലാം. അങ്ങനെ പറയല്ലേ, എനിക്ക് അത്യാവശ്യമാണ്. അയ്യോ ഇന്ന് പറ്റില്ല ചേട്ടാ, കാശില്ല. നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന്. എന്നടാ പ്രശ്നം? ആമാ, നീ അങ്ക നില്ലേ, ഞാൻ ഇതാ വர்ற. ശരി. അല്ല, ഞാൻ ചോദിച്ചത്. ഓയ്യ. മൂപ്പരൊക്കെ നല്ല കഥാപ്രസംഗാണ്. കാക്കു ഇവിടെ ഇല്ല. ഉമ്മ നിസ്കരിക്കുക. പിന്നെ പെരുന്നാൾ പ്രമാണിച്ച് ഞങ്ങൾ മുസ്ലിം യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഒരു കലാപരിപാടി നടത്തുന്നുണ്ട്. ഒരു ചരിത്ര കഥാപ്രസംഗം. സംഭാവനയായിട്ട് എന്തെങ്കിലും? വല്യശ്ശേരി കമറുദ്ദീൻ മുസ്ലിയാരാണ് കാതികൻ.
അടർക്കളത്തിലെ രക്തസാക്ഷികൾ എല്ലാരും വരണം. വൈകിട്ട് 8-ന് തുടങ്ങും. പിന്നെ ചെറിയൊരു പിരിവുണ്ട്. കഥാപ്രസംഗക്കാർക്കും മൈക്കുകാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ? എത്ര എഴുതണ്ടേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. മുഖരിയോട് പെരുന്നാക്കുളു വാങ്ങാൻ പോയതാണോ? മൂപ്പര് ലോഹറിന് പള്ളിയിലുണ്ടായിരുന്നല്ലോ. പെരുന്നാളിന് പുത്തനൊക്കെ എടുത്തോ? ഇല്ല, എടുക്കണം. ഇനിയപ്പോ നാളത്തെ കഴിഞ്ഞ പെരുന്നാളാ. നല്ലത് കിട്ടണമെങ്കിൽ നേരത്തെ പോണം. എന്നാ ശരി, മുക്രിയെ ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് കണ്ടോളാം. പൈസ കിട്ടിയൊന്നുമില്ല, നമ്മളെ പരിപാടിയല്ലോ. നല്ലൊരു ബൈക്ക് പോവല്ലേ? തങ്ങൾ പാപ്പാന്റെ കുരുത്തും പൊരുത്തും വർക്കത്തൊക്കെ ഉണ്ടായിക്കോട്ടെ. അല്ലേ വേണ്ട, 100 ഉണ്ടായിക്കോട്ടെ. ഞാൻ പിസ്കനാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണു കളിച്ചോട്ടെ. ചെല്ല്. പൈസ പോട്ടോ, പൗറ് വരട്ടെ. ആ ബീരാൻ പൈസ തരുന്നില്ലല്ലോ. മുതലവിടെ നോട്ടേന് പലിശെങ്കിലും തന്നൂടെ. വായന പെരുന്നാളിന് ഒരു കഥാപ്രസംഗ പരിപാടി വെച്ചിട്ടുണ്ട്. പിരിവിന് വന്നതാ, എന്തെങ്കിലും തരണം. കിലോനെ എന്നിപ്പോ നിങ്ങൾ 8 അനക്കിപ്പോ വല്ല കാറ്റുണ്ടോ? ഈ 8 റുപ്യക്ക് ഈ സാധനം കൊടുത്താൽ മുതലാവൂല. എന്നാ കവറെടുക്ക്. ബാക്കി പിന്നെ എടുക്കട്ടോ. മുക്രിയ, നിങ്ങൾക്ക് എത്ര വേണ്ടേ? നിക്ക് വേണ്ട. വേണ്ടാതെ നിങ്ങളിങ്ങോട്ട് വരൂലല്ലോ. എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. ഇങ്ങോട്ട് ആരാ പൈസ ചോദിച്ചേ? സാധനം വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി. നമ്മളെ മൂസാക്കാൻ്റെ പാടത്തെ കിഴങ്ങാണ്, നല്ല പൊടിയുള്ളതാ. കൊണ്ടുപോയി വെച്ചോയിക്കോളി. ആകെ 2 കിലോനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി തീർന്ന്. ഇതാ. ശരി. ഇത് അമ്മായി കാക്ക. മൈലാഞ്ചിക്കര ഗ്രാമത്തിന്റെ എല്ലാമെല്ലാമാണ് ഇദ്ദേഹം. ഇരുണ്ടും വെളുത്തും കാലം നീങ്ങുന്ന ഈ ഗ്രാമത്തിലെ എല്ലാ സംഭവങ്ങളിലും അമ്മായി കാക്കയുടെ ഇടപെടലുകളുണ്ട്. എങ്ങനെ യുദ്ധമൊക്കെ ഇല്ലാണ്ടായി? അതങ്ങനെ എങ്ങനെ ഇല്ലാണ്ടായി? അത് അങ്ങനെ ഇങ്ങനെയൊന്നല്ല, ഇടപെടലുണ്ട്. ഇടപെടലുണ്ട്. ഒരു മേശന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പറഞ്ഞാൽ തീരാത്ത ഒരു യുദ്ധമില്ല.
ഞാൻ പ്രശ്നത്തെ പറ്റിയൊന്ന് പഠിക്കട്ടെ. എന്തിനും ക്ഷമയാണ് ആവശ്യം. നിങ്ങൾ പഠിച്ചിടുമ്പോഴേക്കും ഭൂമി മലയാളം മുഴുവൻ കത്തിയിട്ടുണ്ടാവും. നമ്മളെ ചെറിയ ബുദ്ധി തോന്നിയൊരു വിവരം നമ്മൾ നിങ്ങളോട് പറയാ. പത്രം കൊടുക്കല് വാസുവിന്റെ ജീവിത പ്രശ്ന. പത്രം കിട്ടുക എന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് MIT നന്നാക്കണത് വരെ വാസു കൊടുക്കണ പത്രം ദാമോദരൻ എല്ലാ വീട്ടിലാണ്ട് എത്തിക്കുക. ദാമോദരന്റെ ഭാര്യയ്ക്ക് ഇഞ്ഞ് ഗർഭം ഉണ്ടാകണത് വരെ വാസുവിന്റെ കൂടെ അങ്ങോട്ട് താമസിക്കട്ടെ. ചെറുപ്പക്കാർക്ക് ബജ്ജി എടുക്കാനും പറ്റൂലേ? തരം കിട്ടിയ പീഡിപ്പിക്കൂലേ? കാലിലെ ചെരുപ്പ് ഊരും പാത്തു. ഈ ബിലീസിന്റെ സന്തതി. എടാ ആ മേൽവിലാസം ഇല്ലാത്ത കത്തു അനക്ക് എന്നെ കിട്ടിയില്ല. അവിടെ നിക്കടാ, തിരിഞ്ഞു നിക്കടാ, ഇങ്ങോട്ട് തിരിയടാ, തൊള്ള കാട്ടടാ, തിന്നടാ, മുഴുവൻ തിന്നടാ, ചാടടാ, നിക്കടാ, ഇങ്ങോട്ട് നോക്കടാ. എടാ നിന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കാൻ. എടാ നീ ഒരു നേതാവിന്റെ നായാണ്, അത് നീ മറക്കരുത്. കാക്കോയ് പടച്ചിപ്പാത്തൂര് വീടത്. കാക്കോയ് നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ എന്തീ കറണ്ട് അടിച്ച മാറിക്കണേ? ഈ പടച്ചിപ്പാത്തൂര് വീട് പറയുന്നു, പാത്തൂര് വീടത്. ഓ 110 kV കറണ്ടാണ് നീ എൻ്റെ അടുത്തേക്ക് വരണത്.
കാക്കു എന്താ നോമ്പല്ലേ?
ഒരു ദിർഹം കൂടി. ഒരു ദിർഹം കൂടി. ഉള്ളതൊക്കെ വിറ്റ് ഭർത്താവക്കരയ്ക്കും പോയി. ഉള്ള നൊന്ത് കരഞ്ഞ ഞാനും ഇക്കരെ നിൽപ്പായി. എന്ന് വെച്ചാ നാളെ തന്നെ മുഴുവൻ പൈസ തരണ്ടേ അബ്ദുള്ളേ? This is your excuse, not the answer. ഒന്നുകിൽ നീ നാട്ടിലെത്തണം, അല്ലെങ്കിൽ ഷാനി ബൈ ഇവിടെ എത്തണം. ഓക്കേ? ലത്തീഫ് അളിയനോടും വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മൂപ്പർക്ക് എന്താ തോന്നുന്നു പഠിച്ചോനറിയാം. എന്റെ അഭിപ്രായത്തിൽ മൂപ്പർക്ക് ഒരു പരാതി ഉണ്ടാവില്ല. ഓഹോ, ദുബായിലേക്കാണല്ലേ? നല്ല സ്ഥലം. ഗൾഫുകാരനാകാൻ പോകുന്ന സ്ഥിതിക്ക് ഞാനൊരു ഉപദേശം തരാം. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച പണി ഇതെന്താ മനസ്സിലായ നിങ്ങൾക്ക്? മൊബൈൽ ഫോണാ. നികുതിയൊക്കെ കൃത്യമായിട്ട് അടുക്കലുണ്ട് ഈ? കഴിഞ്ഞ കൊല്ലം വരെ അടിച്ചിട്ടുണ്ട് ആചാര്യ. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, 8 വർഷം മുമ്പ് മരിച്ചുപോയി. ആക്സിഡന്റ് ആയിരുന്നു. Family problem? Company doesn't have any solution for your family problem. ടീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടേ അവസാനം വാടക എന്റെ കീശന്ന് എടുത്തു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായത്. ഒരുത്തനെയും കൂടി കൊണ്ടുപോയി ഫിറ്റ് ചെയ്താല് അത്രയും കൂടി വാടക കുറഞ്ഞിട്ടല്ലോ എന്ന് വിചാരിച്ചു. എന്താ ജബ്ബാറ ഈ പറയണത്? ഇതെന്താ കുട്ടിക്കളിയാ? എനിക്ക് പറ്റൂല. ഒരു പെണ്ണിന്റെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കേ. അങ്ങനെയല്ല ആചാര്യ, ആ പെണ്ണിനൊരു ജീവിതം തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അതിന് ബാക്കില്ലേ 3650 ഉറുപ്പ്യ. ഇതാ ഉപ്പ കയ്യിൽ വെച്ചോളി. വേണ്ട, അനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അല്ല, ദുപ്പാന്റെ കയ്യിലൊന്നുണ്ടോ? കുഞ്ഞാനെ ഇപ്പൊ എനിക്ക് സമാധാനമായി. എന്റെ സമാധാനം പോയി. കരയിപ്പിക്കാനല്ല, നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കുന്നത്. എനിക്ക് ആയുസുള്ളിടത്തോളം കാലം നിനക്കൊന്നിനും ഒരു കുറവും ഞാൻ വരുത്തൂല. ഏതായാലും നിന്റെ ഒരു അവസ്ഥ കഷ്ടം. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം പ്രസാദേ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ കെട്ടിയാൽ മതിയായിരുന്നു. Where's your target? Where's your aim? Why didn't you take action before happening this? ഞാൻ പറയുന്ന കേട്ട് ഞെട്ടരുത്. റൂഫ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. മറ്റന്നാൾ ഇവിടെ ഇറങ്ങും. കരകാണാ കടലലകൾ, മിഴിനീരായി തിരയലകൾ, തുഴയെറിയാൻ കൂട്ടുവരൂ കടൽ പക്ഷി നീ, കിനാവിന്റെ തീരത്തെ ഇണപ്പക്ഷി നീ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രായം ഞാൻ നോക്കൂല. കുക്കിന്റെ പണി കൃത്യമായി ചെയ്തില്ലെങ്കിൽ മുട്ടുകാല് കയറ്റിയൊന്നും തരും ഞാൻ. എല്ലാം എനിക്കറിയാം, ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാണ്. എന്റെ അധികാരത്തിൽ വരുന്ന ഒരു സംഗതി നടപ്പിലാക്കാൻ എനിക്കെന്തിനാ നിങ്ങളുടെ സമ്മതം? ഇനി അഥവാ എനിക്കതിന് കഴിയാതെ പോയാൽ അവൾക്ക് എന്റെ ഭാര്യയായി തുടരാം. എന്റെ ഭാര്യയ്ക്ക് നിങ്ങൾ അത് മാർക്കണ്ട. നീ നോക്കിക്കോ, ഇപ്പൊ നീ ഒരു ഉറച്ച തീരുമാനം എടുത്തില്ലെങ്കിൽ നാളെ നീ ഒരു മുഴുക്കുടിയനായി തീരും. നാട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ഓ ഫോൺ എടുക്കൂല, കത്തയച്ച മറുപടിയില്ല. ഉമ്മാന്നുള്ളവന്റെ ഒരു വിളി കേട്ട് മരിച്ചാലും വേണ്ടില്ല. നിനക്ക് വലിയൊരു പണക്കാരിയെ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. വെരി സിമ്പിൾ. അതിനൊക്കെ വേണ്ടിയാണ് ഈ കമ്പനിയിൽ നിന്നോട് സജീവാകാൻ പറയുന്നത്. മനുഷ്യന്മാരെ ചോദ്യം എനിക്ക് പ്രശ്നം. പരിചയമുള്ളവരൊക്കെ കടം വാങ്ങി കൂട്ടിയോണ്ട് തല പൊക്കി നടക്കാൻ കഴിയുന്നില്ല. ഒരു ദിർഹം കൂടി. ഒരു ദിർഹം കൂടി. കാത്തിരിക്കുക. ഹലോ, വാലേക്കും മുസ്സലാം. ആ ജയിന് എന്താ ചങ്ങായി, മനസ്സിന് ഉറങ്ങാനും സമ്മതിക്കൂലേ? നേരോ എപ്പോ? ആ ഞാൻ എത്തിപ്പോയി. മൊയ്തീനെ മൊയ്തീനെ
കാക്കു വന്നു. വാ. കാക്കു അറിഞ്ഞോ, നമ്മളെ തങ്ങള് പാപ്പാന്റെ നേർച്ചപ്പൊട്ടി കുത്തിപ്പൊട്ടിച്ച് ആരോ പൈസ വിട്ടു. അങ്ങാടിയിൽ ഇന്നലെ പാട്ട് പാടുന്ന ഒരു തന്ത വന്നിനോലോ. അയാൾ എന്നാ പറയണത്. ഇന്നലെ രാത്രി അയാൾ പീഡിയത്തിന്റെമേലാ കിടന്നീണെന്ന്. നേരം വെളുത്തപ്പോ കാണാല്ല. പോലീസിൽ അറിയിച്ചിട്ടുണ്ടോലോ. ഉമ്മ വാങ്ങിക്കോളി. തങ്ങള് പാപ്പാന്റെ പൈസ കട്ടോം പെട്ട്. നിങ്ങള് പൈസ 10 റുപ്യ. എടാ ഇജ്ജെന്താ അവിടെ തന്നെ നിക്കണത്? എന്റത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സമതുവിന്റെ ഓന് ഇഷ്ടാവെന്ന് എനിക്ക് തോന്നണില്ല. സ്കൂള് വിട്ട് വന്നാ കാണാ പോകില്. ടൈറ്റ് ഫിറ്റ് ജീൻസ് വേണമെന്നാ പറഞ്ഞിരിക്കണത്. ഓനാരാ? ഉണ്ണിക്കമ്മ സാഹിന്റെ പേരക്കുട്ടിയോ? ഓ തുടങ്ങി ഈ ഉമ്മാന്റെ ഒരു ഇണ്ണിക്കമ്മ സാഹിബ്. ഈ റമളാൻ മാസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. എന്നാ ബാക്കിയുള്ളവർക്കൊരു സൗകര്യം ഉണ്ടാവായിരുന്നു. പെരുന്നാളായിക്കൊണ്ട് കിട്ടിയത് ഇടാൻ നോക്ക് പെണ്ണെ. ആ മൊയിനാജി 1000 ഉറുപ്പ്യ തന്നോണ്ട് അതെങ്കിലും ആയി. അല്ലെങ്കിൽ കാണായിരുന്നു അന്റെ ഒരു പെരുന്നാള്. ഇങ്ങടെ ഒരു നെളിച്ചില്ലേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്താ കാക്കു അത്? പനിക്കുണ്ടോ? വാങ്ങിക്കൊടുത്തു. ദാ നോമ്പ് തുറക്ക്. എന്താ പറ്റിയത്? പനിക്കുണ്ടോ? അല്ലാ നല്ല പനിയുണ്ടല്ലോ. ഉമ്മ ദാ കാക്കൂന് പനിക്കണ്. പനിയോ? ഇപ്പൊ എന്താവനൊരു പനി? എന്താ പറ്റിയതാവോ? ആ ജലന്മേന്റെ ഗുളികന്റെ ഒരു പൊട്ട് അടുത്ത് കൊടുത്താളാ. നല്ലോ പനിക്കുണ്ട്. എന്താ പറ്റിയാവോ? എന്താ ആർക്കറിയാ? ഒന്നിങ്ങോട്ട് വേഗം കൊണ്ടുപോവണ്ണേ. ഈ പെണ്ണിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് അന്നു പേറിന്റെ നയിപ്പാ. ദാ കഴിഞ്ഞു. പെരുന്നാള് കഴിയുമ്പോഴേക്ക് ഈ ഇങ്ങോട്ട് എത്തുവോ? ഈ ഉമ്മാന്റെ ഒരു കാര്യം. കാക്കുവോ പള്ളി പോണ്ടേ? സമയായി, ഞാൻ പോവാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അതൊന്നുമല്ല, മാസങ്ങളിലൊക്കെ എപ്പോഴും ഇല്ല തന്നെയാണ്. എന്താ അങ്ങടിയിൽ പോലീസ് നിൽക്കണേ. നിങ്ങളാ നീർച്ചപ്പെട്ടി കളിച്ചു കഴിച്ചേ.
शुक्रिया। കാക്കു കാക്കു എന്താ കാര്യം? അവിടെ നിക്ക്. കാക്കു കാക്കു വാതിൽ തുറക്ക്. കാക്കു കാക്കു വാതിൽ തുറക്ക്. എന്തേ? എന്താന്നറിയില്ല. കാക്കു പാഞ്ഞു വന്ന് മുറി കയറി വാതിലടച്ച്. ജാഫറെ വിളിച്ചിട്ടും തുറക്കണില്ല. ജാഫറെ ജാഫറെ വാതിൽ തുറക്ക്. ജാഫറെ എടാ വാതിൽ തുറക്കുന്നുണ്ട്. വാതിലോർക്കേ. എനക്കെന്താ പറ്റിയത്? ജാഫറെ 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 വാതിലോർക്കേ. എനക്കെന്താ പറ്റിയേ? എന്താടാ ഇത് മനുഷ്യനെ തീതിട്ടിക്കാതെ കാര്യം എന്താച്ചാ പറയും. തങ്ങൾ പാപ്പാന്റെ വെട്ടി പൊളിച്ച് ഞമ്മളെ കാക്കുവാണല്ലോ. സത്യമാണമ്മ, പോലീസ് വരുന്നുണ്ട്. ജാഫർ വാതിൽ തുറക്കാൻ. ജാഫർ ജാഫറെ വാതിൽ തുറക്ക്. എന്റെ ഉമ്മയാടാ അല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. അങ്ങോട്ട് ചവിട്ടി പൊളിച്ചാലിന്ന്.